പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാവ്യാഴമാറ്റം സംഭവിക്കുകയാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി രാത്രി 1:48 വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ്. അതായത് വ്യാഴസംക്രമം സംഭവിക്കുകയാണ്. 1201 ആണ്ട് ഇടവമാസം 19-ാം തീയതി മൂലം നക്ഷത്രത്തിലാണ് ഈ സംക്രമം നടക്കുക. കർക്കിടകം രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. ഉച്ചരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ ഒട്ടേറെ നക്ഷത്രങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഈ മാറ്റം അത്ര കണ്ട് ഗുണകരവും ആയിരിക്കുകയില്ല. 12 വർഷത്തിന് ശേഷമാണ് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം കർക്കിടകത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു വർഷക്കാലമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത്. 2025 മെയ് മാസം 14-ാം തീയതി തൊട്ട് മിഥുനം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. 12 രാശികളിലായിട്ട് നിലകൊള്ളുന്ന 27 നക്ഷത്രങ്ങൾക്കും വ്യാഴത്തിന്റെ പ്രഭാവം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഗ്രഹനിലയും വ്യാഴത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള വഴിപാടുകളൊക്കെ നിർണയിച്ചു വേണം ഈ കാലഘട്ടത്തിൽ ദോഷങ്ങളെല്ലാം നമ്മൾ പരിഹരിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വ്യാഴമാറ്റത്തെയും വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണം വർദ്ധിച്ചു വരാനുള്ള പരിഹാരങ്ങളെയും അതുപോലെ തന്നെ ദോഷങ്ങൾ കുറയ്ക്കാനുള്ള ചില നിർദ്ദേശങ്ങളെയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാൻ പറ്റും. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവുക. എങ്കിലല്ലേ നിങ്ങളുടെ പേരും മറ്റു ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂ. അപ്പോൾ അതിനെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ വ്യാഴമാറ്റത്തിൽ കന്നിക്കൂറിന് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഉത്രത്തിൻ്റെ ബാക്കി 3/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് 4-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുമായ വ്യാഴം 10-ാം ഭാവത്തിൽ നിന്നും 11-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുകയാണ്. 11-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കന്നിരാശിയുടെ 3, 5, 7 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുമുണ്ട്. 2026 ജൂൺ മാസം 2 മുതൽ വ്യാഴം അനുഗ്രഹം ചൊരിഞ്ഞ് സർവാഭീഷ്ട സ്ഥാനമായ 11-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയകാലമാണ് എന്ന് പറയാം. ദീർഘകാലമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടവും കുറുകോട്ടവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് നടപ്പിൽ വരുത്താൻ പറ്റുന്ന ഒരു കാലയളവാണ്. കുറേയധികം പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനാകുന്നതാണ്. സഹോദരസ്ഥാനീയരുമായിട്ട് വ്യക്തിബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും അവരിൽ നിന്നുള്ള സഹായം നേടിയെടുക്കാനും കഴിയുന്നതാണ്. ആശയവിനിമയ കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് വിഭാഗം, ബിസിനസ് അതൊക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയും ക്ലയൻസുമായിട്ട് ബന്ധപ്പെട്ട് നന്നായിട്ട് പെരുമാറി അവരുടെ സ്വാധീനം നേടിയെടുക്കാനും കഴിയുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് മാധ്യമപ്രവർത്തകർക്ക് ഇവർക്കെല്ലാം വളരെ നേട്ടം കിട്ടുന്ന കാലയളവാണ്. അധ്യാപന മേഖലയിൽ നിൽക്കുന്നവർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമും അല്ലാതെ അവരുടെ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമൊക്കെ വഴിക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന തരത്തിലേക്ക് തങ്ങളുടെ അധ്യാപന വൃത്തിയെ കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അഭിഭാഷകർക്കും കൂടുതൽ അവസരങ്ങൾ തങ്ങളുടെ മേഖലയിൽ ലഭിക്കുന്ന കാലയളവാണ്. വീട് പുതുക്കിപ്പണിയാൻ കഴിയുന്നതാണ്. സ്വർണ്ണാഭരണം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസ്ഥ ഉണ്ടായി വരുന്നതാണ്. പുതിയ വാഹനം മേടിക്കാനും സാധ്യത കാണുന്നുണ്ട്. പഴയ വാഹനത്തിന് എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ അത് കൊടുക്കാൻ കഴിയാതെ നിൽക്കുകയാണെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ വിൽപ്പന ഉണ്ടായി വരുന്നതാണ്. വസ്തുക്കളുമായി ബന്ധപ്പെട്ട ക്രയവിക്രയത്തിൽ നമുക്ക് കുറച്ചധികം നേട്ടമുണ്ടായി വരുന്നതാണ്. പക്ഷേ മൂന്നാമസ്ഥനായിട്ടുള്ള ആളെ കുറച്ച് കരുതിയിരിക്കണം. ഇല്ലെങ്കിൽ ഡബിൾ സൈഡ് ഏജൻ്റായിട്ട് നിന്നിട്ട് രണ്ട് ഭാഗത്തു നിന്ന് കമ്മീഷൻ അടിച്ചുകൊണ്ട് പോകുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ടായി വരും.
വീട് പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസ്ഥയുണ്ട്. കുടുംബപരമായിട്ടുള്ള വസ്തു ഷെയർ ചെയ്ത് കിട്ടാനും സാധ്യത കാണുന്നതാണ്. ബന്ധുക്കളിൽ നിന്നുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ ബന്ധുബലം ഉണ്ടെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി നല്ല തൊഴിലിലൊക്കെ ചെന്ന് ചേരാൻ പറ്റുന്നതാണ്. അച്ഛൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തി പോകാനുള്ള അവസ്ഥ വന്നു ചേരുന്നതാണ്. വിവാഹാലോചനയിൽ ഒരു തീരുമാനം എത്തിച്ചേരുന്നതാണ്. മംഗളകർമ്മങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. കുഞ്ഞില്ലാതെ വിഷമിക്കുന്നവർക്ക് ചികിത്സയിലൂടെ കുഞ്ഞിനെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം പറഞ്ഞ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ദൂരദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസ്ഥയും ഉണ്ടായി വരുന്നതാണ്. വിദേശത്ത് ടൂർ പോലുള്ള കാര്യങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഗുണം കിട്ടുന്നതാണ്. ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ മൂന്നാമസ്ഥനായിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കുന്നത് അത്ര കണ്ട് ഗുണകരമല്ല. കാരണം നമ്മുടെ ധനത്തിന് ചോർച്ചയുണ്ടായി വരാം എന്നുള്ളത് കരുതിയിരിക്കണം. ലാഭത്തിൽ കണ്ണുവയ്ക്കുകയും ഒടുവിൽ സ്ഥാപനം നഷ്ടത്തിലേക്ക് കലാശിക്കാനും സാധ്യതയുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ദൃഷ്ടി അതിന്മേൽ ഉണ്ടായിരിക്കണം. ഊഹക്കച്ചവടത്തിൽ ചില പാളിച്ചകൾ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് തന്നെ എടുത്തു ചാടി ഒരു പ്രവർത്തനവും നടത്തരുത്. എല്ലാ കാര്യത്തിലും നേട്ടവും ലാഭവർധനവും പ്രതീക്ഷിക്കാമെങ്കിലും അനവസരത്തിലുള്ള എടുത്തുചാട്ട മനോഭാവം ചിലപ്പോൾ കിട്ടേണ്ടുന്ന ലാഭത്തെ നഷ്ടപ്പെടുത്തിയിരിക്കാം. കൃഷിയിൽ നിന്ന് അത്ര കണ്ട് മെച്ചം കിട്ടില്ല. വന്യമൃഗങ്ങളുടെ ശല്യത്തെ കരുതലോടുകൂടിയിരിക്കണം. സന്താനങ്ങൾക്ക് സുഖവും സമൃദ്ധിയും കൈവരുന്നതാണ്. കുട്ടികളുടെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നവർക്കൊക്കെ അതിനുള്ള അവസ്ഥ വന്നു ചേരുന്നതാണ്. 7ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ കണ്ടകശനിക്കാലാണ്. എന്നാൽ വ്യാഴം 11ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ ശനിദോഷം കൂടുതലായിട്ട് നമുക്ക് ലഭ്യമാവുകയില്ല. അത് വളരെ നല്ലൊരു കാര്യമാണ്. പൊതുരംഗത്ത് ശോഭിക്കാനും സാധിക്കുന്നതാണ്. സിനിമ, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ കഴിവ് പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലയളവ് കാണുന്നുണ്ട്. ദേവിയുമായി ബന്ധപ്പെട്ട പൂജാ പദ്ധതികളിൽ നമുക്ക് പങ്കെടുക്കുവാനും ഈശ്വരപുണ്യം നേടിയെടുക്കാനും കഴിയുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില വസ്തുവകകളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനും യോഗം കാണുന്നുണ്ട്. അപ്പോൾ വ്യാഴമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെയാണ് നൽകുന്നതെന്ന് ഏതാണ്ടൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഗുണം വർദ്ധിച്ചു വരുവാനും എന്നാൽ ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനും ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകാം. വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിലെ അരയാലിന് പ്രദക്ഷിണം വച്ച് ശേഷം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് അവിടെ ഒരു നെയ്വിളക്കം കൂടി തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മുടങ്ങാണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരാധീനത്തിൻ്റെ വർധനവുണ്ടാവും. ശാസ്താക്ഷേത്രത്തിൽ മാസത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ശനിയാഴ്ച പോയി തൊഴുത് നീലശംഖുപുഷ്പത്തിൻ്റെ മാല ചാർത്തുക, അല്ലെങ്കിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക മുതലായവ ഗുണകരമാണ്. മാത്രമല്ല വൈഷ്ണവീ യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നത് ഈ കാലയളവിൽ ഗുണകരമാണ്. അതുപോലെ തന്നെ ബൃഹസ്പതി യന്ത്രം യഥാവിധി തയ്യാറാക്കി ഏലസാക്കി ധരിക്കുന്നതും ഗുണകരം തന്നെയാണ്. പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികൾക്ക് പാഠ്യവസ്തുക്കൾ സമ്മാനമായി കൊടുക്കുന്നത് നമുക്ക് കൂടുതലായിട്ടുള്ള ധനാഗമനവും ബിസിനസ്സിലും മറ്റുമൊക്കെ പുരോഗതിയും ദൃശ്യമാകുന്നതിന് കാരണമാകും. കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ദൂരെയുള്ള ക്ഷേത്രത്തിൽ അവിടെ പോകാൻ കഴിയുന്നതാണ്. അവിടെ പോകുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള നേർച്ച ഒന്നുണ്ടാവും. ആ വസ്തു അവിടെ സമർപ്പിക്കുന്നതിനും ശ്രദ്ധിക്കുക. അവിടെ ഈശ്വരാധീനം അങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റും. ഹനുമാൻ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം 18 വെറ്റില കൊണ്ട് മാല കോർത്ത് ചാർത്തുന്നത് നന്നായിരിക്കും. ഭഗവത്ഗീത വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്നത് ഈശ്വരാധീനത്തെ വർദ്ധിപ്പിക്കുന്നതിന് വളരെ ഉത്തമമാണ്. അപ്പോൾ ഈ പറഞ്ഞത് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചിട്ട് ഈശ്വരാധീനത്തിന് വേണ്ടി നന്നായിട്ട് മഹാവിഷ്ണുവിനെ ഭജിക്കുക, കൃഷ്ണനെ ഭജിക്കുക. ഒപ്പം തന്നെ വഴിപാടുകളൊക്കെ ചെയ്ത് ഈശ്വരാധീനം വർദ്ധിച്ചു കൊണ്ടുവരിക. അതോടുകൂടി ദോഷങ്ങളെല്ലാം ശമിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്.
ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.